അപ്പോൾ ചേട്ടൻ നോക്കുമ്പോൾ ചേട്ടൻ്റെ കമ്പാർട്ട്മെന്റിൽ ചേട്ടൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ചേട്ടൻ ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ട്രെയിൻ ഇങ്ങനെ അത് എവിടെ നിർത്തണില്ല, അങ്ങനെ കൂകി പാഞ്ഞ് പോയി അവസാന സ്റ്റേഷനിൽ നിന്നു. നല്ല സംഗീതങ്ങൾ കേൾക്കുന്ന സ്റ്റേഷൻ. ഈ സ്റ്റേഷൻ ഏതാണെന്ന് തലയിട്ട് ചേട്ടൻ നോക്കിയപ്പോൾ ആ സ്റ്റേഷന്റെ പേര് എല്ലാവരും കാണുന്ന ഒരു തിളങ്ങുന്ന അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, സ്വർഗം എന്നാണ് സ്റ്റേഷന്റെ പേര്. നിത്യ സ്വർഗം. ചേട്ടന് വലിയ സന്തോഷം. അതിനുവേണ്ടിയാണ് ജീവിച്ച് ഈ ധ്യാനം കൂടിയത്. അതിനുവേണ്ടിയാണ് ഇങ്ങനെ മറ്റു ആളുകളുടെ തട്ടും പോകാതെ ഇങ്ങനെ വീട്ടിലെ കാര്യമൊക്കെ നോക്കി ഭാര്യനും ഭർത്താവിനൊക്കെ ശരിക്കും നോക്കി ജീവിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചേട്ടൻ സന്തോഷം. അപ്പൊ ചേട്ടൻ നോക്കുമ്പോൾ അതാ പിതാവായ ദൈവം നിൽക്കുന്നു, അതാ പുത്രനായ യേശു നിൽക്കുന്നു, അതാ പരിശുദ്ധാത്മാവ് ഇങ്ങനെ സന്തോഷമായി തുള്ളി കളിക്കുന്നു. മാലാഖമാരെല്ലാം ഭയങ്കരമായ സംഗീതങ്ങളും ഒരുപാട് ദൈവാരാധനകളും. അതിനിടയിൽ യേശു വന്ന് ഒരു കമ്പാർട്ട്മെന്റ് തുറന്നു. അപ്പോൾ ഇതാ വലിയ ഒരു പിതാവ്. ആരാണത് നോക്കി? തേജോമയൻ. നോക്കുമ്പോ അദ്ദേഹത്തിന്റെ പേര് നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അബ്രാഹാം എന്ന. അബ്രാഹാമിൽ ഇറങ്ങിയതോടുകൂടെ അബ്രാഹത്തിലൂടെ കോടിക്കണക്കിന് ആത്മാക്കൾ ചാടി ഇറങ്ങി. പിതാവായ ദൈവത്തിനടുത്ത് യേശു കൊണ്ടുവന്നു. പിതാവായ വലിയ കിരീടം കൊടുത്തു. ഭയങ്കരമായ കഥനകൾ മുഴങ്ങി. ഒരു ഉഗ്ര സ്വീകരണം. അതിനുശേഷം അദ്ദേഹത്തെ നിത്യകൂടാരത്തിലേക്ക് താമസിച്ചു. പിന്നെ അടുത്ത കൂടാരം ഇസഹാക്ക് ഇറങ്ങി വരുന്നു. കോടിക്കണക്കിന് ആത്മാക്കൾ കൂടെയുണ്ട്. യാക്കോബ് അടുത്ത കമ്പാർട്ട്മെന്റിൽ നിന്ന്. അങ്ങനെ ഓരോ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഈശോ വന്ന് ഓരോരുത്തർ ഇറക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മദർ തെരേസ ഇറങ്ങി വരുന്നു. കോടിക്കണക്കിന് ആത്മാക്കള് കൂടെ. അപ്പോൾ ഈ ചേട്ടൻ നോക്കി. ചേട്ടനൊരു കാര്യം മനസ്സിലായി. അതെ, അവരുടെ കൂട്ടത്തിൽ ഇത്രയും കോടിക്കണക്കിന് ആത്മാക്കൾ ഉള്ളതുകൊണ്ട് അവർക്കുള്ള ആ ബഹുമാനം, സ്വീകരണം ഡിവൈഡഡ് ആയിപ്പോയി. ചേട്ടൻ നോക്കുമ്പോൾ ചേട്ടൻ്റെ ഇവിടെ ആരുമില്ല. അതുകൊണ്ട് ഫുൾ റെസ്പെക്റ്റും ഫുൾ ആചാരവിധികളും എനിക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷ ചേട്ടനിരിക്കുകയാണ്. അങ്ങനെ ഈശോ അങ്ങനെ ഇതാ തൊട്ട് മുമ്പുള്ള വികാരിച്ചനെ ഇതാ ഈശോ കൊണ്ടുവരുന്നു. നോക്കുമ്പോൾ ആയിരക്കണക്കിന് ആത്മാക്കൾ കൂടും. ഇതേ പ്രാർത്ഥനാ കമ്മിറ്റിയുടെ പോകണം. വലിയൊരു സൂര്യൻ. നോക്കുമ്പോൾ കുറെ ആത്മാക്കള് അദ്ദേഹത്തിന്റെ കൂടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ചേട്ടൻ വിചാരിച്ചിരിക്കുകയാണ് ഞാനാണെങ്കിൽ ഫുൾ സ്വീകരിക്കാൻ റെഡി ആയിരിക്കുകയാണ്. അദ്ദേഹം വെറുതെ ഒന്നല്ല, ധ്യാനം കൂടിയതിനു ശേഷം പിന്നെ ഒരിക്കലും മദ്യപിച്ചിട്ടില്ല. ധ്യാനം കൂടിയ ശേഷം പിന്നെ ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ല. ധ്യാനം കൂടിയ ശേഷം പിന്നെ ഒരു അൽക്കുലത്തെ ഏർപ്പാടിനും പോയിട്ടില്ല. അവനവന്റെ കാര്യം നോക്കി, അവനവന്റെ ബിസിനസ് നോക്കി, അവനവന്റെ ജോലി നോക്കി, പള്ളിയിലും പോയി മര്യാദയ്ക്ക് ജീവിച്ചു വരികയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും സ്വീകരിച്ച് ട്രെയിനിന്റെ വാതിലുകളെല്ലാം അടഞ്ഞു. മാലാഖമാരെല്ലാം പതിവ് തിരിച്ച് ഈശോയും പിതാവും പരിശുദ്ധാത്മാവും എല്ലാം സ്വർഗത്തിലേക്ക് കയറിപ്പോയി. മാലാഖമാരും കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ ഈ ചേട്ടൻ പറഞ്ഞു, ഞാനിവിടെ ഇരിക്കുന്നത് കാണില്ലേ? ഈ ചേട്ടൻ പതുക്കെ തലയിട്ട് പുറത്തേക്ക് കാണിച്ച്, ഹലോ. ഒറ്റ മാലാഖമാര് മൈൻഡ് ചെയ്യുന്നില്ല. ഒരു മാലാഖയും മൈൻഡ് ചെയ്യുന്നില്ല. ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഉറക്കം യേശുവേ യേശുവേ. യേശു ഒരു മൈൻഡും കാണിക്കുന്നില്ല. ഒരു ഇറിറ്റേഷനോടുകൂടെ യേശു ഉള്ളിലേക്ക് പോയി. ആ 10 കന്യകമാരോട് ആട്ടിയ യേശു ഓർക്കുന്നുണ്ട്. ഒരു ആട്ടും കൊടുത്തിട്ട് അവർ പറഞ്ഞു, നീ ഞങ്ങളുടെ തെരുവ് പഠിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒരുപാട് ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്, ഒരുപാട് ഞങ്ങൾ ഒരുപാട് കുർബാനയ്ക്ക് പോയിട്ടുണ്ട്. യേശു ഒരു ഇത് കൊടുത്തിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അങ്ങോട്ട് പോയി. എല്ലാ വാതിലും അടഞ്ഞു. വീണ്ടും ട്രെയിൻ നീങ്ങാൻ തുടങ്ങി. ഉടനെ അദ്ദേഹത്തിന് മനസ്സിലായി, ഒരു പക്ഷേ ഏറ്റവും ടോപ്പ് ഇത് 1ാം സ്വർഗമാണ്. 7 സ്വർഗം ഉണ്ടെന്നുള്ളതൊരു ധ്യാനത്തിൽ വെച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷെ ഏറ്റവും ടോപ്പ് റിസപ്ഷൻ കൊടുക്കുന്നത് 7ാം സ്വർഗത്തിലായിരിക്കും. അങ്ങനെ 7ാം സ്വർഗത്തെ ലക്ഷ്യമാക്കി നീങ്ങുക. ട്രെയിൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അധികം ദൂരം ചെല്ലുന്നതിന് മുമ്പ് ഭയങ്കരമായ അട്ടഹാസങ്ങൾ കേൾക്കാൻ തുടങ്ങി. മുട്ടൻ തെറികൾ വരാൻ തുടങ്ങി. 7ാം സ്വർഗത്തിൽ തെറിയുണ്ടോ? ഇതൊക്കെ അവിടെ നിന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ ആ ട്രെയിനിൽ ഇതാ ദൂരത്ത് നിന്ന് അഗ്നിജ്വാല അഗ്നി കൊണ്ട് ഉയർന്നത് കാണാം. ദൈവം ഇതെന്താ ഇത്? അഭിഷേകാഗ്നിയല്ലേ ഇവിടെ? അഭിഷേകാഗ്നിക്ക് പങ്കെടുത്തവർക്ക് എല്ലാം ഉള്ള സ്വർഗം ഇവിടെ ആയിരിക്കും എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുക. നോക്കുമ്പം പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ട്രെയിൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് ഇതാ ഒരു ബോർഡ് കണ്ടു, തീ നരകം 2 കിലോമീറ്റർ. സ്റ്റേഷനിലേക്ക് ചെല്ലേണ്ടി വന്നില്ല. പിശാചുകളെല്ലാം കൂടെ കയറി വന്ന് തീവണ്ടിയൊന്നും നിന്നോ ഇല്ല, അവരുടെ വിഷയമല്ല. അവരിതിന് വാതിലൊക്കെ വലിച്ചു പൊളിച്ച് ഇയാളെ വലിച്ചു കിട്ടി തുടങ്ങി. ഇയാൾ പറഞ്ഞു, എന്ത്? ഞാൻ എല്ലാ ധ്യാനം കൂടി, അഭിഷേകത്തിന് ധ്യാനം കൂടി, എല്ലാ പാപം ഉപേക്ഷിച്ച്
അവനവന്റെ കാര്യം ഒതുക്കി മര്യാദയ്ക്ക് ജീവിച്ചവരാണ്. എന്നെന്തിനാണ് ഇരിക്കുന്നത് ചോദിച്ചു. നീയാണ് മര്യാദയ്ക്ക് അവനവന്റെ കാര്യം നോക്കി ജീവിച്ചോ കിട്ടിയായിട്ട് എന്ന് പറഞ്ഞ് വീട്ടിൽ കൊടുത്ത് പിന്നെ ഇടി ചവിട്ട് തൊഴി എല്ലാം കൂടെ കിട്ടി. പൈസലോ എന്താ കാരണം? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചിന്തിച്ച്, ദൈവമേ, ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരൊക്കെ മര്യാദയ്ക്ക് ജീവിക്കാൻ ഈ ഭൂമി അനുവദിക്കുന്നില്ലേ? ധ്യാനം കൂടി കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മര്യാദയ്ക്ക് പാപം കഴിച്ച് അവനവന്റെ കാര്യം നോക്കി ജീവിക്കുകയല്ല ചെയ്യേണ്ടത്. ഉണ്ടല്ലോ. പിന്നെ മാക്സിമം ആയ ഒരു ടെസ്റ്റിമണി സാക്ഷ്യമാണ് പറയേണ്ടി വരുമായിരിക്കും. അതിൽ കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കണുണ്ടോ? അങ്ങനെയുള്ളവർ കേൾക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. ഞാൻ ചോദിച്ച കർത്താവ് ഇതിന്റെ അർത്ഥം എന്ത്? അപ്പോഴാണ് കർത്താവ് എസെക്കിയേൽ പ്രവചനത്തിലെ 33-ാമത്തെ അധ്യായം വെളിപ്പെടുത്തിയത്. എസെക്കിയേൽ പ്രവചനത്തിൽ 33-ാമത്തെ അധ്യായം എന്ന് പറഞ്ഞാൽ വേറെ ആർക്കും ഒരു തിന്മയും നിങ്ങൾ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ ചെയ്യണം, നിങ്ങളുടെ ബിസിനസ് നോക്കി, നിങ്ങളുടെ ജോലി നോക്കി, നിങ്ങളുടെ ഭാര്യനെയും ഭർത്താവിനെയും നോക്കി, നിങ്ങളുടെ മക്കളെ നോക്കി, അവനവന്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുകയാണ്. ഒരു പാപവും ചെയ്യുന്നില്ല. ഇതാ കേട്ടോളുക. 33-ാം അധ്യായം അതിൽ 6-ാം തിരുലിഖിതം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വാൾ വരുന്നത് കണ്ടിട്ടും കാവൽക്കാരൻ കാഹളം മുഴക്കാതിരുന്നത് മൂലം ജനത്തിന് മുന്നറിയിപ്പ് കിട്ടാതെ അവരിൽ ആരെങ്കിലും വധിക്കപ്പെട്ടാൽ അവൻ തന്റെ അകൃത്യത്തിലായിരിക്കും വധിക്കപ്പെടുക. എന്നാൽ അവന്റെ രക്തത്തിന് ഞാൻ കാവൽക്കാരനോട് പകരം ചോദിക്കും. എന്തതിന്റെ അർത്ഥം? നിങ്ങളുടെ അടുത്ത് പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെന്നിരിക്കട്ടെ, ഒരു മദ്യപാനിയോ, ഒരു തിന്മ പ്രവർത്തിക്കുന്നവനോ, നുണ പറയുന്നവനോ, ആത്മാവ് നഷ്ടത്തിൽ മാരക പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ പ്രദേശത്തോ ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ ആ വ്യക്തി അവിടെ ഉണ്ടെന്നിരിക്കുമ്പം നിങ്ങളായിട്ടൊരു വാക്ക് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാതെ അവനവന്റെ കാര്യം നോക്കി സ്വർഗത്തിൽ അങ്ങനെ അവനവന്റെ കാര്യം നോക്കി അങ്ങനെ കിട്ടുന്ന ശമ്പളം എല്ലാം കറക്റ്റായിട്ടൊക്കെ ചെലവാക്കി അങ്ങനെ കുട്ടികൾക്ക് ബോൺവിറ്റെ വാങ്ങിക്കൊടുത്ത് വേറെ ഒരു കാര്യം ആർക്കും ഒരു ദ്രോഹം ചെയ്യാനില്ല. അങ്ങനെ ജീവിച്ചാൽ കർത്താവ് പറയാണ്, ആ മാരക പാപത്തിൽ ഇരിക്കുന്ന വ്യക്തി മരിക്കുമ്പോൾ ആ വ്യക്തിയുടെ മുഴുവൻ പാപത്തിനും നിന്നോട് കണക്ക് ചോദിക്കും. എവിടെ എത്തി സ്ഥിതി? നിന്നോട് കണക്ക് ചോദിക്കും. കാരണം കർത്താവിന്റെ മനസ്സിലായിട്ടില്ല പറയാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ശരിക്കും ബൈബിൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ ബൈബിളിൽ നമ്മുടെ ദൈവത്തിന്റെ പേരെന്താ? പിതാവായ ദൈവം. ശരിയല്ലേ? സ്വർഗസ്ഥനായ പിതാവ് എന്നല്ലേ വിളിക്കുന്നത്? എന്നുമുണ്ട്. സ്വർഗസ്ഥനായ പിതാവ് എന്നല്ലേ വിളിക്കുന്നത്? അങ്ങനെ സ്വർഗസ്ഥനായ പിതാവെന്ന് വിളിക്കുമ്പോൾ എല്ലാവരും സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളല്ലേ? അങ്ങനെ മക്കൾ എന്ന നിലയ്ക്ക് ഈ സ്വർഗസ്ഥനായ പിതാവിനെ പ്രസാദിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ത്? ഇന്ന് നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിനെ പ്രസാദിപ്പിക്കാൻ എന്ത് ചെയ്യുന്നു? പള്ളിയിൽ പോകുന്നു, മെഴുകുതിരി കത്തിക്കുന്നു, നൊവേനകൾ ചെയ്യുന്നു, പിന്നെ പറയൂ, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, പിന്നെ പറയൂ, ദശാംശങ്ങൾ കൊടുക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യമുണ്ട്. ഞാൻ അതാണ് പണ്ട് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഞാൻ എന്റെ ഒരു വികാരി നിലയ്ക്ക് അവനവന്റെ പള്ളി നോക്കുക, അതല്ലേ? വരുന്ന ആളുകൾക്ക് കുർബാന ചൊല്ലി കൊടുക്കുക, മരിച്ച അടക്കി കൊടുക്കുക, കല്യാണം കഴിക്കണം പറഞ്ഞ് കെട്ടിച്ചു കൊടുക്കുക, ഉറങ്ങുന്നവരെ ഉണർത്തുക, ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ പണികൾ ചെയ്ത് കൊടുക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ദൈവം നേരിട്ടൊരു ചോദ്യം ചോദിച്ചു. അച്ഛൻ ഈ ചെയ്യണതും ചെയ്തുകൊണ്ടിരുന്ന സ്വർഗത്തിൽ പോകുന്ന നരകത്തിൽ പോകുന്ന അച്ഛൻ ചിന്തിക്കുമ്പോൾ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് അതിന് അങ്ങോട്ട് പോകും. ഞാൻ ഇങ്ങനെ ഇത്രയും പ്രാർത്ഥിച്ച് ജീവിച്ചിട്ട് നരകത്തിൽ പോകണമെങ്കിൽ എന്താ? കർത്താവ് പറഞ്ഞു, ഇങ്ങനെ ജീവിച്ച നരകത്തിലേ ചെന്ന് പെട്ടുള്ളൂ. അച്ഛനാന്ന് പറഞ്ഞൊരു കാര്യം നരകത്തിൽ പോയി കിടക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, കർത്താവ് എന്താ കാര്യം ചോദിച്ചു. അച്ഛനെ ഏൽപ്പിച്ച ഈ ഇടവചനങ്ങളിൽ എത്ര പേര് നരകത്തിൽ പോകുന്ന അച്ഛൻ അറിയാവോ? അവരങ്ങനെ നരകത്തിൽ മാരകഭാവത്തിൽ ഇരിക്കുമ്പോൾ അച്ഛൻ ഇവിടെ ഋതുവായിട്ട് ഇങ്ങനെ നടന്നാൽ മതിയോ എന്ന് ചോദിച്ചു. ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോഴാണ് കർത്താവ് ഇത് വെളിപ്പെടുത്തിയത്. കർത്താവ് വെളിപ്പെടുത്തുകയാണ്, ഒരു നല്ല അപ്പനുണ്ടെന്ന് ഇരിക്കട്ടെ. ഒരു ഉദാഹരണം, ഒരു ഉദാഹരണം. ഒരു നല്ല അപ്പന് 2 മക്കളുണ്ട്. ഒരാൾ മൂത്ത മകൻ, മറ്റേത് ഇളയത്. ഒരു ദിവസം, അത് ഇന്ത്യയിലുണ്ടായ സംഭവമാണ്, ഇളയ കുട്ടി വരുന്ന സമയത്ത് ആ കുട്ടി കുഴൽ കിണറിലേക്ക് പോയി.
നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. കുഴൽ കിണറിലേക്ക് പോയി. ആ അമ്മയുടെ കരച്ചിലൊക്കെ നമുക്ക് അവിടെ ആ പത്രത്തിൽ ഉണ്ടായിരുന്നു, TV യിൽ ഉണ്ടായിരുന്നിരിക്കും. അപ്പൊ കുഴൽ കിണറിലേക്ക് പോയി കഴിഞ്ഞു. എല്ലാവരും നോക്കി, ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ അപ്പൊ ഇത് ഭാവനമാണ്. ഇതാ ഇളയ കുട്ടി അങ്ങോട്ട് പോയി കുഴൽ കിണറിന്റെ ഉള്ളിലേക്ക് പോയി. അപ്പനും അമ്മ ഓടി വന്നു. വരാറിഞ്ഞ് ഓടി വരാതിരിക്കോ? ഇതെന്റെ ബിസിനസ് കൂട്ടിയിട്ട് വരാമെന്ന് ചിന്തിക്കോ? ഇല്ല, ഓടിയെത്തിയിട്ട് മോനെ മോനെ എന്ന് പറഞ്ഞ് ഈ ഇളയ കുട്ടിക്ക് വേണ്ടി അപ്പനും ഉടനെ ഫയർഫോഴ്സ് എത്തി, അറുത്തി, എല്ലാവരും എത്തി. മൂത്ത മകനെ അപ്പോൾ അവിടെ അടുത്തിട്ടുണ്ട്. മൂത്ത മകന് 16 വയസ്സുണ്ടെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ 20 വയസ്സുണ്ടെന്ന് വിചാരിക്കും. ഇളയതിനൊരു 8-10 വയസ്സുണ്ടെന്ന് വിചാരിക്കും. ചെറിയ സഹോദരങ്ങളെ, ഉടനെ മൂത്ത മകൻ നോക്കുമ്പോൾ അപ്പന്റെ മുഖം വിവർണമായിരിക്കുന്നു. അപ്പൻ വേർത്ത് കുളിക്കുന്നു. അപ്പൻ ആകെ കടന്ന് വെപ്രാളപ്പെടുന്നു. ഈ മൂത്ത മകൻ അപ്പനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ചിന്തിക്കാൻ തുടങ്ങി. അപ്പൻ എന്തിനായിരിക്കും ഇത്ര വേർക്കുന്നത്? ഒരു കാര്യം ചെയ്യാം, അപ്പന് നല്ലൊരു ഫാൻ കൊടുന്ന് വെക്കാം. അങ്ങനെ ഇവിടുന്ന് കൊടുന്ന് ജലം അടിക്കുന്ന ഫാനുണ്ട്, ആ വെള്ളം അടിക്കുന്ന ഫാനും കൂടെ ഓർമ്മ കൊടുത്ത് അപ്പൻ്റെ മുമ്പിൽ കൊണ്ട് വെച്ചിട്ട് ആശ്വസിക്കും പറഞ്ഞ് ഫാൻ അടിച്ചിട്ട് അപ്പൻ ആശ്വാസം വരുമോ? അപ്പോഴും പിന്നെ നോക്കുമ്പോൾ അപ്പൻ്റെ മുഖം വിവരണമായി, കൂടുതൽ വിവരണമായി. അപ്പോൾ വിചാരിച്ചു ഒരു പക്ഷേ രാവിലെ പോന്നാണ്, ഇതുവരെ അപ്പം ഒന്നും കഴിച്ചിട്ടില്ല. ഓഫീസിൽ നേരെ സെൻറ്ററിലാണ് പോകുന്നത്, വീട്ടിലേക്ക് വന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു ബിരിയാണി അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങിച്ചെടുക്കാൻ. അങ്ങനെ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഇത് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. എന്നിട്ട് അപ്പൻ സന്തോഷിക്കുന്നില്ല. എന്താ കാരണം? പറ. ആ സമയത്ത് അപ്പനെ സന്തോഷിപ്പിക്കുന്ന ഏക പ്രവൃത്തി എന്താണ്? നഷ്ടപ്പെട്ട ആ മകനെ എങ്ങനെയെങ്കിലും ജീവനോട് തിരിച്ചു കിട്ടണം. ശരിയല്ലേ? നിങ്ങൾ മിണ്ട്, ശരിയല്ലേ? സ്വർഗസ്വനായ പിതാവിന്റെ മക്കള് ഇവിടെ നശിച്ചുകൊണ്ടിരിക്കാന്ന് അറിയാവോ? അറിയല്ലേ? സ്വർഗസ്വനായ ഈ കുഴൽക്കിണറിൽ വീണ കുട്ടികളെക്കാൾ കഠിനമായ ഊരാക്കുടുക്കുകളിലാണ് സ്വർഗസ്വനായ പിതാവിന്റെ മക്കൾ പലരും കിടക്കുന്നത്. ശരിയല്ലേ? ആ സ്വർഗസ്വനായ പിതാവിന്റെ മക്കൾ അനേകർ ഇതേപോലെ നിത്യനാശത്തിൽ കിടക്കുമ്പോ, മാരക പാപത്തിൽ കിടക്കുമ്പോ ഈ പിതാവിനെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ എന്താ ചെയ്യണത്? ഇടയ്ക്കിടയ്ക്ക് ഊട്ടുനേർച്ച നടത്തുക, ഇടയ്ക്കിടയ്ക്ക് 10 പേർക്ക് ഭക്ഷണം കൊടുക്കുക, ഒരു കുരിശുപള്ളി പണിയിക്കുക, കുറച്ച് കസേര വാങ്ങി, പുതിയ പുതിയ പാട്ടുകൾ ഉണ്ടാക്കുക, പാടുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുകൊണ്ടൊക്കെ നിങ്ങൾ സ്വർഗസ്വനായ പിതാവ് സന്തോഷിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഈ ജീവിതം കൊണ്ട് സ്വർഗസ്വനായ, നിങ്ങൾ ഈ സൽപ്രവർത്തികൾ കൊണ്ട്, ഈ കാരുണ്യ പ്രവർത്തികൾ കൊണ്ടും ഈ കാര്യങ്ങൾ കൊണ്ട് സ്വർഗസ്വനായ പിതാവ് ആഹ്ലാദിച്ച് ഇങ്ങനെ പുഞ്ചിരിച്ചിരിക്കാന്നാണ് വിചാരിക്കുന്നത്? സ്വർഗസ്വനായ പിതാവ് വിശുദ്ധങ്ങൾ പറയുകയാണ്, വാൾ വരുന്നത് കണ്ടിട്ടും കാവൽക്കാരൻ കാഹളം മുഴക്കാതിരുന്നത് മൂലം ജനത്തിന് മുന്നറിയിപ്പ് കിട്ടാതെ അവരിൽ ആരെങ്കിലും വധിക്കപ്പെട്ടാൽ അവൻ അവന്റെ അകൃത്യത്തിലായിരിക്കും വധിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ മാരക പാപത്തിൽ ഒരു വ്യക്തി മരിച്ചാൽ ആ വ്യക്തിയുടെ ആത്മാ നഷ്ടത്തിലാണ് ആ വ്യക്തി ഈ ലോകം വിട്ടു പോകണം. പിന്നെ ഒരിക്കലും ആ വ്യക്തിയെ തിരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു അപ്പന്റെ നല്ല മകൻ എന്ന നിലയിൽ ഒരാള് കണ്ടുപെട്ടാൽ മറ്റേ മക്കൾ എന്ത് ചെയ്യണം? അതിനെ രക്ഷിക്കണം. അങ്ങനെ രക്ഷിച്ച് അപ്പന്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ട് കൊടുത്താൽ ആ അപ്പന്റെ സന്തോഷം എന്തായിരിക്കും? ഇത്രയും സന്തോഷം വേറെ ഏത് പ്രവൃത്തിയാണ് ആ മൂത്ത മകന് ചെയ്യാനുള്ളത്? ഒരു പുതപ്പ് വാങ്ങി കൊടുത്താൽ അപ്പന് സന്തോഷമാവുക ഈ കുട്ടിക്ക് നശിച്ച് കഴിഞ്ഞിട്ട്? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ അതുകൊണ്ട് ഇന്ന് സ്വർഗസ്ഥനായ പിതാവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കണം. ഈ നാശത്തിലേക്ക് പോയ കുട്ടിയെ ജീവനോടെ എങ്ങനെയെങ്കിലും അപ്പന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആ മൂത്ത മകനെ പോലെ പാപത്തിൽ നശിക്കുന്ന ഒരു ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ ആ പരിശ്രമത്തിന്റെ പേരാണ് സുവിശേഷ വേല, ദൈവരാജ്യ വേല. ഹല്ലേലൂയ. ആ പേരൊന്ന് പറഞ്ഞ്, സുവിശേഷ വേല, ദൈവരാജ്യ വേല. ഇത് നമ്മൾ ചെയ്യണം. സ്വർഗസ്വനായ പിതാവിനെ പ്രസാദിപ്പിക്കുന്ന
വളരെ അത്യുന്നതമായ പ്രവൃത്തിയാണ് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനം. ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു, അതെ ഞാൻ ഇപ്പൊ സുവിശേഷ വേല ഇങ്ങനെ ചെയ്താൽ ഇത് ഞാൻ അട്ടപ്പാടിയിൽ വലിയ പഠിപ്പൊന്നുമില്ലാത്ത ആളാണ്. ഇവിടെ വലിയ പഠിപ്പുള്ള മാർപ്പന്മാരും മെത്രാന്മാരും കർദ്ദനാന്മാരൊക്കെ അവരൊന്നും ചെയ്ത് രക്ഷപ്പെടുന്നില്ല, ഞാൻ ചെയ്ത രക്ഷപ്പെടുന്നു. ഒരുപാട് പേരെ സാത്താൻ ഉപദ്രവിക്കുന്ന ഒരു ചിന്തയാണ്. വേറെ ചിലർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ ചെറിയൊരു കുട്ടി, ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കും, ചിലപ്പോൾ 2ൽ പഠിക്കുന്ന കുട്ടിയായിരിക്കും. ഈ ചെറിയ കുട്ടി ഇവിടെ വലിയ വലിയ ആളുകൾ ചെയ്തിട്ട് ആത്മാക്കൾ രക്ഷ പ്രാപിക്കുന്നില്ല. ആ വട്ടായിലേക്ക് പോയിട്ട് പോലും രക്ഷ പ്രാപിക്കില്ല. അപ്പൊ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ചെയ്ത രക്ഷ പ്രാപിക്കുമോ ആത്മാക്കള്? കുട്ടികളില്ലേ? കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് കുട്ടികളെ വിളിക്കുമ്പോൾ എന്തോന്ന് വിളിക്കും? കുട്ടികളെ ഒരു സ്വരം കേൾക്കുന്നു, മധുരകരമായ സ്വരം. അത് കുറച്ചുകൂടെ ഉറക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഒന്നുകൂടെ കേട്ടെ, മക്കളെ. പന്തലുള്ള കുട്ടികളെ സ്വരം എനിക്ക് ഇഷ്ടമായി. ഒന്നുകൂടെ പന്തലുള്ള കുട്ടികൾ ചേർന്ന്, കുട്ടികളെ. നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ചോദിച്ചാണ്. അപ്പൊ ഈ കുട്ടികള് ഈ 2ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ നൽകി എനിക്ക് ഞാൻ സുവിശേഷം ആത്മാവ് രക്ഷ പ്രാപിക്കുമോ? രക്ഷ പ്രാപിക്കും. കാരണം നമ്മളല്ല, പരിശുദ്ധാത്മാവാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. ഞാനൊരു സംഭവം പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അട്ടപ്പാടിയില് ഒരു ചെറിയ കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ പേര് ഞൂഞ്ഞി എന്നാണ്. അത് 3ലെ 4ലെ മറ്റാണ് പഠിക്കുന്നത്. ഞൂഞ്ഞി ഒരു ചെറിയ പെൺകുട്ടിയാണ്. അപ്പോ അതിന് നല്ല ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടിന് ഒരു മൈമൂന എന്നാണ്. അട്ടപ്പാടിയിൽ എല്ലാ ജാതികളും ഒന്നിച്ച് പഠിക്കുക. അങ്ങനെ ഞൂഞ്ഞി മൈമൂനെ കൂട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഈ ഞൂഞ്ഞി മൈമൂനയോട് ഇടയ്ക്കിടയ്ക്ക് യേശുവിനെ കുറിച്ച്, ഞങ്ങൾ പള്ളിയിൽ പോയി, പള്ളിയിൽ യേശുവിനെ കണ്ടു, കുർബാന സ്വീകരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. മൈമൂന പറയും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്കും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മൈമൂനയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരും. അപ്പൊ ഞൂഞ്ഞി പറയും, മൈമൂനെ പേടിക്കണ്ട, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറയും. അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് മൈമൂനയ്ക്ക് തലവേദന അതികഠിനമായിട്ട് അത് ഛർദ്ദിച്ച് ലസിക തലവെച്ച് കിടക്കുകയാണ് ഉച്ചയ്ക്ക്. അപ്പോൾ ഞൂഞ്ഞി വേഗം അടുത്തിരുന്നിട്ട് പറഞ്ഞു, മൈമൂനെ നിനക്ക് നീ എന്താ പറ്റിയാ? പറഞ്ഞു, തലവേദന എടുക്കണം ഉണ്ടായിരിക്കുന്നു. അപ്പൊ മൈമൂന ഞൂഞ്ഞി പറഞ്ഞു, നീ പേടിക്കണം, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പൊ മൈമൂന തല ഉയർത്തി. ഞൂഞ്ഞിയുടെ നേരെ നോക്കിയിട്ട്, നീ കുറെ നാളായി പ്രാർത്ഥിക്കാൻ എന്ന് പറയാൻ തുടങ്ങിയിട്ട്, നിനക്ക് ഇപ്പൊ അങ്ങ് പ്രാർത്ഥിക്കാൻ എന്താ കുഴപ്പം ചോദിച്ചു. അപ്പോൾ ഞൂഞ്ഞിക്ക് ഇനി നിവൃത്തിയില്ല. അപ്പൊ ഞൂഞ്ഞി ചിന്തിച്ച് എന്ത് പ്രാർത്ഥിക്കും? ഞൂഞ്ഞിക്ക് ആകെ വലിയ പ്രാർത്ഥന ഒന്നും അറിയാൻ പാടില്ല. പിശാചെ വിട്ടുപോകുന്നെന്ന് പറയാൻ ഞൂഞ്ഞിക്ക് അറിയാൻ പാടില്ല. ഞൂഞ്ഞി എന്ത് ചെയ്തു? ഞൂഞ്ഞിക്ക് കൊന്ത അറിയാം. ഞൂഞ്ഞി ഒന്നി അവിടെ കടന്നു, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞൂഞ്ഞി അടുത്തിരുന്നിട്ട് ഇങ്ങനെ കൊന്തയുടെ രഹസ്യങ്ങൾ ചെല്ലാതെ. അതിന് ആകെ അറിയാവുന്നൊരു സന്ധ്യാപ്രാർത്ഥന ചിലപ്പോൾ കേട്ട ആ പ്രാർത്ഥനയുള്ളൂ. ആ അറിയാവുന്നൊരു കൊന്ത ഇങ്ങനെ അവിടെ കടന്നു, ഞാൻ കൊന്തയിലികളെന്ന് പറഞ്ഞ് ഇതിന്റെ അടുത്തിരുന്ന് അമ്മ പറഞ്ഞു അറിയുമേ നമ്മൾ ചെല്ലാൻ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരൻ, 2ാമത്തെ രഹസ്യം ചെല്ലുമ്പോൾ മൈമൂന ഗാഠനിദ്രയിലാണ്. നമ്മുടെ ധ്യാനത്തിന്റെ പ്രത്യേകതയാണ്. ഈ നിദ്രയിൽ വെച്ചിട്ടാണ് ഡീപ്പ് ഹീലിംഗ്സ് റിസർച്ച്. ചിലപ്പോൾ എല്ലൊക്കെ ചെറുത് മുറിച്ചെടുക്കാൻ ചെയ്യും. പ്രിയപ്പെട്ട സഹോദരൻ, കുട്ടികളെ, ഞാൻ ചിലപ്പോൾ പെട്ടെന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ അശ്രദ്ധമായിട്ട് ഇരിക്കരുത്. ഞാൻ പെട്ടെന്ന് വിളിക്കും. ചിലപ്പോൾ ഏത് സമയം വിളിക്കുന്നാൽ മറുപടി പറയാൻ റെഡി ആയിരിക്കണം. ആർ യു റെഡി? ഓക്കെ. അപ്പൊ ഈ മൈമൂനയുടെ അടുത്തിരുന്ന മൈമൂന ഗാഠനിദ്രയിലാണ്. ഞൂഞ്ഞി പക്ഷേ കൊന്ത തുടങ്ങിയ പിന്നെ കുട്ടിക്കരുതുകൊണ്ട് കൊന്ത ഫുള്ളായിട്ട് ചെല്ലണമെന്ന് അങ്ങനെ കൊന്തയിൽ പൂർത്തിയാക്കി. പിന്നെ ക്ലാസ്സിന്റെ സമയം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഉച്ചകഴിഞ്ഞ ക്ലാസ്. 2 മണിക്ക് ക്ലാസ്സിന് തുടങ്ങാൻ വന്നപ്പം മൈമൂനെ ഉണർന്ന എല്ലാ കുട്ടികളും ഉണർന്നു. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റപ്പം മൈമൂന ഫ്രഷായിരിക്കും. തലവേദനയില്ല, ഒന്ന് നല്ല ക്ലിയർ. പിന്നെ ഇന്ന് വരെ മൈമൂനയ്ക്ക് തലവേദന വന്നിട്ടില്ല. ഹല്ലേലൂയ. ഇപ്പൊ മൈമൂനയുടെ സ്ഥിതി എന്താണെന്നറിയോ? ഈ ഞൂഞ്ഞി എന്ത് പറഞ്ഞാൽ അതേപോലെ അനുസരിക്കും. വാ ധ്യാനകേന്ദ്രത്തിൽ വാന്ന് പറഞ്ഞാൽ ഉടനെ മൈമൂന ധ്യാനകേന്ദ്രത്തിൽ വന്ന് ഇങ്ങനെ നിൽക്കും. പള്ളി വാ എന്ന് പറഞ്ഞാൽ പള്ളി വന്ന് നിൽക്കും. ഈ ഞൂഞ്ഞിൽ ഭയങ്കര വിശ്വാസമായി. ഇപ്പൊ മൈമൂനെ ഞൂഞ്ഞി സ്വർഗത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക. ചിന്തിച്ചു നോക്ക്, നമ്മളിങ്ങനെ വലിയ വലിയ പുല്ലിങ്ങനെ നടത്തണത്ത കാര്യം പൊങ്ങി ഒരു മൈമൂനെ സ്വർഗത്തിൽ എത്തിക്കാൻ പറ്റിയ
പ്രൈസ് ദി ലോർഡ്. നമുക്ക് 3-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി സുവിശേഷം വേല ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാവുന്ന ചിലപ്പോൾ ഒരു കൊന്ത ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വിശ്വാസ പ്രമാണമായിരിക്കും, ചിലപ്പോൾ ഒരു കുരിശിറക്കുന്ന എന്താണോ ഇപ്പൊ അറിയാവുന്ന ആ അറിയാവുന്ന ആത്മീയ കാര്യം കൊണ്ട് വേല ചെയ്യണം. ഇത് നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ഉപയോഗിച്ച് നമ്മുടെ കാര്യം നേടാൻ വേണ്ടി തന്നിരിക്കുന്നത് വിചാരിക്കരുത്. ഇത് ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ് ഈ ദൈവവചനങ്ങൾ, ആത്മീയ കാര്യങ്ങൾ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കുട്ടികൾ തൊട്ട് വളരെ പ്രായമായി മറയ്ക്കാറായി കിടക്കുന്നവർ വരെ എല്ലാവർക്കും സുവിശേഷ വേല ചെയ്യാൻ കടമയുണ്ട്. അവർ ചെയ്താൽ, അവർ സിൻസിയറായി ചെയ്യുകയാണെങ്കിൽ അവരിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. അവർ വഴി ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ സിംഗപ്പൂർ പ്രദേശത്ത് സുവിശേഷ വേലയിൽ ചെന്നു. അപ്പോഴാണ് സിംഗപ്പൂർ കത്തീഡ്രൽ പള്ളി ഭാഗത്തേക്ക് ചെന്നത്. അപ്പോൾ നേരെ ഫ്രണ്ടിൽ വലിയൊരു ബാറിന്റെ ചിത്രം. ആ ബാറിന്റെ പേരാണ് CHIJ ബാർ. CHIJ ബാർ എന്ന് പറഞ്ഞാൽ കോൺഗ്രിഗേഷൻ ഓഫ് ഹോളി ഇൻഫന്റ് ജീസസ് ബാർ. അതെവിടെ വെച്ചിരിക്കുന്നത്? പള്ളിയുടെ ഫ്രണ്ടില്. ഞാൻ നോക്കി പേര് കണ്ട് നോക്കിയതാണ്. അപ്പൊ നോക്കുമ്പോൾ നമ്മുടെ ഈ തൃശ്ശൂർ ലൂർദ് പള്ളി പോലെ നല്ല ഒരു പള്ളിയുടെ ഒരു ഗോതിക് സ്റ്റൈൽ ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്. അതേപോലെ നിർത്തിയിട്ട് അത് അന്വേഷിച്ച് മനസ്സിലായത് അത് വലിയ ഒരു കോൺഗ്രിഗേഷന്റെ ആസ്ഥാന മന്ദിരമായിരുന്നു. സിസ്റ്റേഴ്സിന്റെ ഒരു കോൺഗ്രിഗേഷന്റെ ആസ്ഥാന മന്ദിരമായിരുന്നു അത്. അതാണ് കത്തീഡ്രൽ പള്ളി നേരെ ഫ്രണ്ടിൽ വന്നത്. ഇപ്പൊ എന്തായി? അവർക്ക് കർത്താവ് സ്ഥാപനങ്ങൾ കൊടുത്തു, അവർക്ക് കർത്താവ് സിസ്റ്റേഴ്സിന് കൊടുത്തു, അവർക്ക് കർത്താവ് പണം കൊടുത്തു, അവർക്ക് കർത്താവ് നല്ല ദൈവവിളി കൊടുത്തു. അപ്പൊ അവരെന്ത് ചെയ്തു? ഇതെല്ലാം കർത്താവ് തന്നത് ഞങ്ങളുടെ സ്വന്തം സ്വത്തെന്ന് വിചാരിച്ച് അങ്ങനെ മതിലൊക്കെ കെട്ടി, അങ്ങനെ അവനവന്റെ കാര്യം നോക്കി, അവനവന്റെ യാമപ്രാർത്ഥന ചെയ്ത് അങ്ങനെ ഇരുന്ന് നമ്മൾ ഇരിക്കുന്ന മാതിരി. എന്തായി സ്ഥിതി? എല്ലാം കൈവിട്ടു എന്ന് പറഞ്ഞാൽ ദൈവവിളിയില്ല, ആരുമില്ല. ആ സ്ഥാപനങ്ങളെല്ലാം കൈവിട്ടു. അങ്ങനെ കൈവിട്ട് പോകുന്ന സമയത്ത് കുറെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ഇട്ടു. അങ്ങനെ വിൽക്കാൻ വേണ്ടി ഇട്ടപ്പോൾ ഒരു ബാറുകാരത് വാങ്ങിച്ചു. ബാറുകാർ വാങ്ങിച്ചിട്ട് അത് അങ്ങനെ തന്നെ നിലനിർത്തി, ആ പേര് നിലനിർത്തി ബാറിന് പേരിട്ടു. CHIJ എന്ന് പറഞ്ഞാൽ കോൺഗ്രിഗേഷൻ ഓഫ് ഹോളി ഇൻഫന്റ് ജീസസ്. അതൊരു ഹോളി ഇൻഫന്റ് ജീസസിന്റെ കോൺഗ്രിഗേഷൻ, അതിന്റെ പേരിലാണ് ബാർ. ഇരിക്കട്ടെ പറഞ്ഞ അങ്ങനെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനിത് കണ്ടപ്പോൾ എനിക്ക് വിഷമം വന്നത്. ഞാൻ പറഞ്ഞു കർത്താവ് ഇതെന്താന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞു എന്താന്നുള്ളത് മനസ്സിലാകണമെങ്കിൽ ആമോസിന്റെ പുസ്തകം 8-ാം അധ്യായം 6-ാം അധ്യായം 1 തൊട്ടൊക്കെ വായിച്ചാൽ മനസ്സിലാവുന്നു പറഞ്ഞു. ആമോസിന്റെ പുസ്തകം എടുത്തേ. ആമോസിന്റെ പുസ്തകം 6-ാം അധ്യായം 1 തൊട്ടുള്ള തിരുലിഖിതങ്ങൾ. ഞാൻ വായിക്കാം. സിയോനിൽ സ്വസ്ഥത അനുഭവിക്കുന്നവരും സമരിയാഗിരിയിൽ സുരക്ഷിതരും ജനതകളിൽ അഗ്രഗണ്യരും ഇസ്രായേൽ ഭവനം സഹായാർത്ഥം സമീപിക്കുന്നവരുമായ നിങ്ങൾക്ക് ദുരിതം. അത് ദുബായിലുള്ളവരെ ഉൾപ്പെടുത്തിയാണ് ഈ പറയുന്നത്. സഹായാർത്ഥം സിയോനിൽ സ്വസ്ഥത അനുഭവിക്കുന്നവർ, സമരിയാഗിരിയിൽ സുരക്ഷിതർ, ജനതകളിൽ അഗ്രഗണ്യർ, ഇസ്രായേൽ ഭവന സഹായാർത്ഥം സമീപിക്കുന്നവർ ആയ നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ കാൽനയിൽ ചെന്ന് നോക്കുവിൻ. അവിടെ നിന്ന് മഹത്തായ ഹമാത്തിലേക്കും ഫിലിസ്ത്യരുടെ ഗത്തിലേക്കും ചെല്ലുവിൻ. അവ ഈ രാജ്യങ്ങളെക്കാൾ മെച്ചപ്പെട്ടവയോ അതോ അവരുടെ ദേശം നിങ്ങളുടേതിനേക്കാൾ വിശാലമോ? ആപത്ത് ദിനത്തെ അകറ്റി നിർത്താമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. വചനം എന്താ പഠിപ്പിക്കുന്നത്? ആപത്ത് ഒന്ന് ഉറക്കെ പറഞ്ഞേ. ആപത്ത് ദിനത്തെ അകറ്റി നിർത്താമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ശക്തമായ ഡെലിവറൻസ് പ്രവർത്തനം ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി അനർത്ഥങ്ങളെ കുടുംബത്തിന് പുറത്തേക്ക് ഒഴിപ്പിച്ചു വിടാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സുവിശേഷ വേല ചെയ്യാതിരുന്നാൽ, സുവിശേഷ വേല ചെയ്യാത്തത് വഴി വരുന്ന അനർത്ഥങ്ങൾ തടയാൻ ആർക്കും സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ആപത്ത് ദിനത്തെ അകറ്റി നിർത്താമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അക്രമത്തിന്റെ വാഴ്ചയെ നിങ്ങൾ വിളിച്ചു വരുത്തുകയാണ്. മാരകവ്യാധികൾ, തീരാരോഗങ്ങൾ, വലിയ കലഹങ്ങൾ, സമാധാന അവസ്ഥകൾ, സാമ്പത്തിക കഷ്ടനഷ്ടങ്ങൾ, ഒരുപാട് അക്രമത്തിന്റെ വാഴ്ചയെ നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കും കുടുംബത്തിലേക്കും വംശത്തിലേക്കും നിങ്ങൾ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. വിളിച്ചു വരുത്തുകയാണ് അക്രമത്തിന്റെ വാഴ്ചയെ. അടുത്തത്, ദന്തനിർമ്മിതമായ തൽപ്പങ്ങളിൽ വിരിച്ച മെത്തകളിൽ നിവർന്ന് ശയിക്കുകയും
ആട്ടിൻ പറ്റത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും, അത് കവാവിനെ ഉദ്ദേശിച്ചായിരിക്കും കേട്ടോ, കുഞ്ഞാടുകളെയും പിന്നെ കാണുന്നില്ല, കാലിക്കൂട്ടത്തിൽ നിന്ന് പശുക്കിടാങ്ങളെയും ഭക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. അത് ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ഞാൻ അജിത്ത് വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, മനുഷ്യന്മാർക്ക് ഭക്ഷണം കഴിക്കാൻ അനുവാദിക്കില്ലേ? കാലിക്കൂട്ടത്തിൽ നിന്ന് പശുക്കിടാങ്ങളെയും ആട്ടിൻ പറ്റത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും ഭക്ഷിക്കുന്നവർക്ക് ദുരിതം. വീണനാദത്തോടൊത്ത് അവർ വ്യർത്ഥ ഗീതങ്ങൾ ആലപിക്കുന്നു. പള്ളിയിലെ പാട്ടിനെ കുറിച്ച് പറയുന്നത്, പുതിയ പുതിയ പാട്ടുണ്ടാക്കുക, പാടുക, തിരിഞ്ഞു പാടുക, മറിഞ്ഞു പാടുക, ഓർക്കം പോരാഞ്ഞിട്ട് എല്ലാം കൊണ്ടുപോകുക. പിന്നെ പുതിയത് നിങ്ങൾ അന്വേഷിക്കുകയാണ്, പുതിയ പുതിയ ഉപകരണങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കാൻ. ഇവിടെ അല്ലെങ്കിൽ പറ്റില്ലായിരിക്കും, നമ്മുടെ നാട്ടിലേക്ക് പറയും എന്താ അവസാനം അവിടുത്തെ ചെണ്ടകട കൊടുത്തിട്ടാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നത്. വീണനാദത്തോടൊത്ത് അവർ വ്യർത്ഥഗീതങ്ങൾ ആലപിക്കുന്നു. ദാവീദിനെ പോലെ അവർ പുതിയ പുതിയ സംഗീതോപകരണങ്ങൾ ദൈവത്തെ വെറുതെ ഒന്നല്ല, എന്തിനു വേണ്ടിയാ? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ്. പുതിയ പുതിയ സംഗീതോപകരണങ്ങൾ അവർ കണ്ടുപിടിക്കുന്നു. ചഷകങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും വിശിഷ്ട ലേപനങ്ങൾ പൂശുകയും ചെയ്യുന്ന അവർ ജോസഫിന്റെ നാശം ഗണ്യമാക്കുന്നില്ല. അതിനാൽ അവരായിരിക്കും ആദ്യം പ്രവാസികളായി പോകുക. ഇതിന്റെ അർത്ഥം എന്ന് മനസ്സിലായോ? ഈ മാരക പാപത്തിൽ കിടക്കുന്നവരല്ലായിരിക്കും, നിങ്ങളായിരിക്കും ആദ്യം തകർച്ച അനുഭവിക്കാൻ പോകുന്നത്. അവരായിരിക്കും ആദ്യം പ്രവാസികളാവുക. എന്തായി? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കർത്താവിന്റെ വേദന നമ്മൾ പുതിയ പുതിയ സംഗീതോപകരണങ്ങൾ കണ്ടുപിടിക്കുന്നതാണോ കർത്താവിന്റെ വേദന? ആണോ? പുതിയ പുതിയ പാട്ടുകൾ ഉണ്ടാക്കുന്നതാണോ കർത്താവിന്റെ വേദന? പുതിയ പുതിയ പള്ളികൾ വെക്കുന്നതാണോ കർത്താവിന്റെ വേദന? പുതിയ പുതിയ ലിറ്റർജി ഉണ്ടാക്കുന്നതാണോ കർത്താവിന്റെ വേദന? എന്താണ് കർത്താവിന്റെ ശബ്ദത്തിൽ ഇതൊക്കെ കർത്താവ് ദുരിതം ദുരിതം പറയാനുള്ള ഏക കാരണം എന്താ? ബൈബിൾ പഠിപ്പിക്കുകയാണ്, എന്തെന്നാൽ അവർ ജോസഫിന്റെ നാശം കാര്യമാക്കണില്ല. ഇടവക ഒരാൾ പാപത്തിൽ ജീവിക്കുകയാണെങ്കിൽ ആർക്കും വിഷയമല്ല. വിഷയമാണോ? ഒരാത്മാവ് നശിക്കുകയാണ്, ആ ആത്മാവ് മാരകഭാവത്തിൽ. ആർക്കെങ്കിലും വേദനയുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ മാരകഭാവത്തിൽ വല്ല വേദനയുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെന്നാൽ അവർ ജോസഫിന്റെ നാശം അവനവന്റെ ഹൃദയത്തെ വെച്ചിട്ട് ചിന്തിച്ചു നോക്കിയേ. എനിക്ക് എത്ര വേദനയുണ്ട്. പാപത്തിൽ നശിക്കുന്ന ആത്മാക്കൾ എനിക്ക് എത്ര വേദനയുണ്ട് ചിന്തിച്ചു നോക്ക്. നമ്മുടെ ഇടവകൾക്ക് എത്ര വേദനയുണ്ട് ചിന്തിച്ചു നോക്ക്. നമ്മുടെ കോൺഗ്രിഗേഷൻസ് എത്ര വേദനയുണ്ട് ചിന്തിച്ചു നോക്ക്. ഒരു കുടുംബത്തിലും ഈ ഒരു വേദനയില്ല. ദൈവത്തിന്റെ മക്കളെന്ന് പറയുന്നുണ്ട്. അപ്പന്റെ മക്കളാണെങ്കിൽ ആ സ്വഭാവം കാണിക്കണം. അപ്പന്റെ മറ്റു മക്കൾ നശിക്കുമ്പം നമുക്കൊരു നമ്മളവിടെ ഫാൻ വെച്ച് കൊടുക്കുക, ഉടനെ ബിരിയാണി കൊണ്ട് കൊടുക്കുക, അപ്പനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. കർത്താവ് അതിൽ പ്രീതനാണോ എന്ന് അന്വേഷിക്കണം. ഹല്ലേലൂയ. ഈ താഴ്ചപ്രദനം ഞങ്ങളും ഇവരിതെല്ലാം സംഘടിപ്പിക്കുമ്പോൾ ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി സംഘടിപ്പിക്കാനാണ് കർത്താവ് ആഗ്രഹം. ആത്മാക്കളുടെ രക്ഷ, വേറൊന്നും ഇതിൽ ചിന്ത കയറാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ യൂണിവേഴ്സിറ്റി ചത്തുപണിന് എന്തിനു വേണ്ടിയാ? ഇവർക്ക് വേറെ ഈ സമയം കൊണ്ട് പണിയെടുത്ത് അവിടെ നാട്ടിൽ 10 ദിവസം കൂടുതൽ ഉണ്ടാക്കാൻ പാടില്ല. അതെല്ലാം നഷ്ടപ്പെടുത്തി എന്തിനാ ഈ ആളുകൾ കിടന്ന് കഷ്ടപ്പെടുന്നത്? ആത്മാക്കളുടെ രക്ഷ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയാണ്, വീണനാദത്തോടൊത്ത് അവർ കർത്താവിന് വേണ്ടി അർപ്പിക്കുന്ന പാട്ടിനെ കുറിച്ച് കർത്താവ് പറയാണ്, നിങ്ങൾക്ക് ആത്മാക്കളുടെ രക്ഷയെ കുറിച്ച് താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ പാട്ടും നിങ്ങളുടെ ഇതെല്ലാം എന്താ പറയുന്നത്? വ്യർത്ഥം. വ്യർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? വെറുതെ ഒരു പാടുപാട്ട്, വ്യർത്ഥ ഗീതങ്ങൾ. എന്തെന്നാൽ
അവർ ജോസഫിന്റെ നാശം ഗണ്യം. അതിനാൽ അവരായിരിക്കും ആദ്യം ഇന്ന് ഒരുപാട് തകർച്ച കുടുംബത്തിൽ നിന്ന് ഒഴിയാതെ നിൽക്കുന്നതിന്റെ ഒരു കാരണം, ഇന്ന് വരെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്ക്. എന്റെ വിശുദ്ധ മന്ദിരത്തിന്റെ കല്ലുകൾ 4 കവലിൽ ചെതറിക്കിടക്കുമ്പോൾ നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ സുഖമായി ഉറങ്ങാനുള്ള സമയമാണോ ഇത്? ഹഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഹൃദയത്തിൽ വേദനയോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്റെ വിശുദ്ധ മന്ദിരത്തിന്റെ കല്ലുകൾ 4 കവലകളിൽ ചിതറിക്കിടക്കുമ്പോൾ നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ സുഖമായി ഉറങ്ങാനുള്ള സമയമാണോ ഇത്? ദൈവം നിങ്ങൾക്ക് ആരോഗ്യം തന്നു, ദൈവം നിങ്ങൾക്ക് ബുദ്ധി തന്നു, ദൈവം നിങ്ങൾക്ക് കഴിവ് തന്ന്, ദൈവം നിങ്ങൾക്ക് സമ്പത്ത് തന്ന്, ദൈവം നിങ്ങൾക്ക് ഒരുവിധ പദവി തന്ന്, ഓരോ പദവികളിലും ഓരോ സ്ഥാനത്തും ഓരോ വിധത്തിലും ദൈവം നിങ്ങൾ ആക്കി വെച്ച്, ഈ പദവി ഉപയോഗിച്ച്, ഈ ബുദ്ധി ഉപയോഗിച്ച്, ഈ കഴിവ് ഉപയോഗിച്ച്, ഈ ആയുസ്സോടെ എത്ര പേരെ സ്വർഗത്തിന് വേണ്ടി നേടി. ഇത് നിങ്ങളോട് ചോദിക്കില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഓരോരുത്തരും കണക്ക് കൊടുക്കേണ്ടി വരും. ഓരോരുത്തരും, ചെറിയ കുട്ടികൾ തൊട്ട് സകല ആളുകളും ഇതിന് കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവം തന്ന ഈ താലന്ത് കൊണ്ട് എത്ര ആത്മാക്കളെ സ്വർഗത്തിന് വേണ്ടി നേടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇനി നമ്മൾ അങ്ങനെ ചെയ്താൽ കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ഏറ്റവും ടോപ്പ് സൽകൃത്യമാണ് ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തനം. അങ്ങനെ ഒരാൾ നിങ്ങൾ പ്രവർത്തിച്ച് ഏതെങ്കിലും ഒരാത്മാവ് രക്ഷ പ്രാപിച്ചാൽ ഉടനെ തന്നെ കർത്താവ് സന്തോഷത്തോടെ പറയുന്നൊരു കാര്യമുണ്ട്. സമാഷ് പറഞ്ഞിട്ട് പറയും, ഇതാ നിങ്ങളുടെ പേരുകൾ ജീവന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട് കഴിഞ്ഞു. ഇതുപോലെ ഏത് സൽകൃത്യത്തിനാണ് കർത്താവ് ഇത്രയും ഉന്നതമായ സ്ഥാനം വെച്ചിരിക്കുന്നത്? ശിഷ്യന്മാര് പോയി സുവിശേഷം പ്രസംഗിച്ചു. ഈ രണ്ടുപേരായി ശിഷ്യന്മാര് സുവിശേഷം പ്രസംഗിച്ച് തിരിച്ചു വന്നപ്പോൾ ഈശോയോട് പറഞ്ഞു, ഈശോയെ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നത് ഞങ്ങൾ കണ്ടു. ഉടനെ യേശു പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. എന്നാൽ അതിൽ നിങ്ങൾ സന്തോഷിക്കണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുന്നു. അതിനർത്ഥം എന്താ? അതായത് ഒരു ആത്മാവിനെ പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കൊണ്ടുവന്നാൽ, ആരാണോ ആ ആത്മാവിനെ പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുന്നത്, അയാളുടെ മുഴുവൻ പാപം അതുകൊണ്ട് പോയി. അത്രയും ടോപ്പ് സൽകൃതിയാണ് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനം. ഇതാണ് അനേകം കത്തോലിക്കരുടെ ചിന്താധാരയിൽ സാത്താൻ വളരെ കൗശലപൂർവ്വം മറച്ച് അന്ധമാക്കി വെച്ചിരിക്കുന്നത്. ഇന്ന് എത്ര കുടുംബങ്ങളിൽ മക്കളെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പരിശീലിപ്പിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മൾ എത്ര സുവിശേഷ വേല ചെയ്യും? നമ്മൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, യേശുവിനെ അറിയുന്ന വ്യക്തി എന്ന നിലയിൽ, മാമോദിസ മുങ്ങിയില്ലെങ്കിൽ ഉത്തരവാദിത്വമുണ്ട്. യേശുവിനെ അറിയുന്നൊരു ആ സമരിയക്കാരി സ്ത്രീ യേശുവിനെ അറിഞ്ഞ അപ്പം സുവിശേഷ വേല ആരംഭിച്ചു. യേശുവിനെ അറിയുന്നൊരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ഇതിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്? ഒരച്ഛൻ നിലയിൽ, ഒരു സിസ്റ്റർ എന്ന നിലയിൽ ഓരോരുത്തരും അവരവരുടെ ഇത് പല ആളുകൾ പല സ്ഥലത്തും കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ കാര്യവും പറയുന്നത്. എത്ര ഇത് കൊടുക്കണം? ഹല്ലേലൂയ. ഇടവേള പണമല്ല എന്തിനു വേണ്ടി ചെലവഴിക്കണോ? ഇനി ഇവിടുത്തെ കാര്യമല്ല, നമ്മൾ എല്ലാ രാജ്യങ്ങളുടെ കാര്യം ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. നാട്ടിലെ കാര്യം ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു രൂപതയുടെ അല്ലെങ്കിൽ ഒരു ഇടവകയുടെ അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ കുടുംബത്തിന്റെ സമ്പത്തിന്റെ നല്ലൊരു ഭാഗം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി കൂടിയാണ് കർത്താവ് നമ്മുടെ കൈകളിൽ ഏൽപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കുടുംബത്തെ പ്രതി കർത്താവിന് പ്രീതി ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ കർത്താവെ എന്ന് വിളിച്ച് അവിടെ കർത്താവ് വരും. ഞാൻ എൻ്റെ ഇടവകയിൽ ആദ്യം ഇടവക വികാരിയായിരുന്നു. ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. കർത്താവെ എന്ന് വിളിക്കുമ്പോൾ കർത്താവിനെ കാണാനില്ല, ഒന്നും കാണാനില്ല. അവസാനം കർത്താവ് പറഞ്ഞു, ഇങ്ങനെയൊന്നും പോയ അച്ഛൻ തന്നെ നരകത്തിൽ പോകും. പിന്നെ ഞാൻ ചോദിച്ചു, കർത്താവ് എന്താ ചെയ്യണമെന്ന്. കർത്താവ് പറഞ്ഞു, അച്ഛന് കിട്ടിയ ആ ജീവിതാന്തസ്സിനനുസരിച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം.
അങ്ങനെ എൻ്റെ ഇടവകയിലെ ഡ്യൂട്ടികളെല്ലാം ഞാൻ ചെയ്തിട്ട് ബാക്കി സമയം കണ്ടുപിടിച്ച് ഞാൻ ഇങ്ങനെ അട്ടപ്പാടി കൂടെ എല്ലാ സ്ഥലത്തും ഓടി നടന്ന് അറിയാവുന്ന ചേട്ടാ ഇങ്ങനെ പോയി നശിക്കും, വാ നമുക്ക്. എനിക്കന്ന് ധ്യാനകേന്ദ്രമൊന്നുമില്ല. അപ്പൊ ഞാൻ ബസ്സിലോ വണ്ടിയിലോ ആളുകളാക്കിയിട്ട് നമ്മുടെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് നേരെ മുരുങ്ങൂർക്കോ എവിടെയാണെന്ന് നല്ല ധ്യാനം വരണം അവിടേക്ക് വേഗം പറഞ്ഞയക്കും. അങ്ങനെ എല്ലാം കാരണം എനിക്ക് പിന്നെ ഒറ്റ വിചാരമുള്ളൂ എങ്ങനെയെങ്കിലും. അങ്ങനെ ആത്മാക്കളുടെ രക്ഷയുടെ ദാഹം തുടങ്ങിയപ്പോൾ തൊട്ട് നമുക്ക് പ്രാർത്ഥന, ദൈവാനുഭവം, ഒരുപാട് വെളിപാടുകൾ, ആത്മീയ അഭിഷേകങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സന്തോഷ് ബ്രദറിനെ കണ്ടുകൊണ്ടിരുന്നത്. ഈ സന്തോഷ് ബ്രദർ എന്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചൊരു നിങ്ങൾ വിചാരിക്കണം തീരെ നിസ്സാരമായ ഒരു ഡുക്കിൽ പാർട്ടിയാൻ ചിന്തിക്കരുത്. ആ സന്തോഷ് ബ്രദർ ഇല്ലാതെങ്കിൽ ഒരുപാട് ഞാൻ ഏതെങ്കിലും ഒരു ഇടവകയിൽ ഇങ്ങനെ ബിൽഡിങ് അതും കെട്ടി ഇതും കെട്ടി വേലയും കെട്ടി മരവും വെച്ച് നടന്നേന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സന്തോഷ് ബ്രദറിന്റെ സുവിശേഷ വേലയിൽ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ പങ്കെടുക്കാൻ വന്നു. അപ്പൊ സന്തോഷ് ബ്രദർ പറഞ്ഞു ആത്മഭാരം വേണം. ഇന്ന് ആത്മഭാരം ഉണ്ടോ? സന്തോഷ് ബ്രദർ നിങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടതാണ്. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കി.